നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നറിയണതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് മാനിഫെസ്റ്റേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ 12 പോർട്ടലാണ് ഓപ്പൺ ആയിരുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ അത്ര അധികം വിശ്വസിച്ച് ഒത്തിരി ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലേക്ക് വന്നു, വാട്സാപ്പിൽ വന്നു, മെസ്സേജ് അയച്ചു. അഗെയിൻ ഒത്തിരി ആൾക്കാർ മിറക്കിൾ മോർണിംഗിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. ഒത്തിരി ആൾക്കാർ 1 month മാനിഫെസ്റ്റേഷൻ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. അപ്പം നിങ്ങൾക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആരംഭിക്കുന്നത് മൺഡേ ആണ്. അപ്പം മൺഡേ വൈകുന്നേരം 9 മണിക്കാണ്. അപ്പം പിന്നെ മിറക്കിൾ മോർണിംഗിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിക്കാണ്. 5 AM ക്ലബ്ബാണ്. രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് എങ്ങനെ നിങ്ങളുടെ ശീലങ്ങൾ, ശക്തമായിട്ടുള്ള ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു മാഗ്നറ്റ് പോലെ നിങ്ങളുടെ ലൈഫിനെ മാജിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ആ ഒരു ഫ്രീക്വൻസി ഉയർത്തുന്ന പ്രോഗ്രാംസാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മാനിഫെസ്റ്റേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. എഗെയിൻ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റായിട്ട് കൗൺസിലിംഗ് വേണം, സപ്പോർട്ട് വേണമെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. ആ ടോപ്പിക്ക് എൻ്റെ ഒരു ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു ടോപ്പിക്കാണ്. എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുവാണെങ്കിൽ താഴെ വന്നിട്ട് ഒന്ന് അടിച്ചോളൂ. എന്തായിരിക്കും ഞാൻ ഇന്ന് എടുക്കാൻ പോണത്? ഞാനുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ മാസം ശരിക്കും ഒത്തിരി ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു ഈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഇതും കൂടി ഒന്ന് ബേസ് ചെയ്തിട്ട് പോവുക. കാര്യം എന്താ അറിയാമോ? സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒത്തിരി നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന വീഡിയോസാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളുടെ ചിന്തകളെ ഉയർത്താനും നിങ്ങൾക്കൊരു മില്യണിയർ ആവാൻ സഹായിക്കുന്ന വീഡിയോസാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസിനെ കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾ എനിക്കൊന്നും നടക്കണില്ല, എൻ്റെ ലൈഫിൽ ഞാനൊരു തോൽവിയാണ് എന്നൊക്കെ സ്വന്തമായിട്ട് എഴുതിയിട്ട് നിങ്ങളിൽ വർക്ക് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാം. നിങ്ങളുടെ എനർജിയെ വീണ്ടെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എഗെയിൻ ഒപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിക്കുന്നത് സെൽഫ് ലവിനെ പറ്റിയാണ്. പല ആളുകൾക്കും മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അവർക്ക് അവനവനെ വിശ്വാസമില്ലാത്തത് കൊണ്ടും അവനവനെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണ് മെജോറിറ്റി ആൾക്കാരുടെ മാനിഫെസ്റ്റേഷൻസ് നടക്കാതിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളെ ഇഷ്ടമാണ്? ഒന്ന് വരുമോ? കമൻറ്റ് ചെയ്യുമോ? എത്ര പേർക്ക് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ലെവലിൽ നിങ്ങളുടെ ആ ഒരു ജീവിതം ജീവിക്കണ എത്ര ആൾക്കാരുണ്ട്? പല ആൾക്കാർക്കും ഇത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ഉണ്ടാവുമോ? അത്രയും സെൽഫിഷസ് മാഡത്തിന് പറ്റുമോ എന്നൊക്കെ നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫിഷ് ആവുന്നൊരു കാര്യമല്ല. നമ്മൾ ഈ ലോകത്തിലേക്ക് വരുന്ന ഒറ്റയ്ക്കാണ്, പോണതും ഒറ്റയ്ക്കാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, നമ്മൾ അംഗീകരിച്ച് നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതം ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ദൈവം നൽകുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന ഒരു അനുഗ്രഹമാണ്. ഈ ലോകത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ നടത്താനും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കാനും ഒരു ജീവിതം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ആ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ എന്താണ്? അവനവന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ കർമ്മങ്ങൾ അർപ്പിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും നമ്മളെ കാണാതെ, നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ആന മണ്ടത്തരമാണെന്നാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്. കാര്യം പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ചെല്ലണ വീട്ടിലെ സപ്പോർട്ട് ചെയ്യുക, എല്ലാ ആൾക്കാർക്കും ഒരു ഗിവറായിട്ട് പോവുക എന്നുള്ളതാണ് മിക്ക സ്ത്രീകളും ചെയ്യണം, അല്ലെങ്കിൽ പുരുഷന്മാരും ഒക്കെ എങ്ങനെയുണ്ട്. കാര്യം എന്താ? എല്ലാം ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഇനി ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ ലൈഫിൽ നാളെ എണീക്കുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും ഉറപ്പില്ലാത്ത ഒരു ജീവിതത്തിൽ അവനവൻ്റെ ഇന്നത്തെ ദിവസം മാത്രമാണ് നമ്മളുടേതായിട്ടുള്ളത്. ആ ദിവസത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെൽഫ് കെയർ ആവാം,
നല്ല ഭക്ഷണം കഴിക്കുന്നതാവാം, നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതാവാം, നമ്മളുടെ കരിയറിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മൾ തന്നെ ഉയരണതാവാം, നമ്മളുടെ കാശ് നമ്മളുടെ കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നതാവാം, നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണതാവാം, നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. ഇവയൊക്കെ ഒരു മനുഷ്യന് അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അവനവന് വേണ്ടി ജീവിക്കാതെ വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മണ്ടത്തരായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ അംഗീകരിക്കുക, നിങ്ങളുടെ മൂല്യം കാണുക, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. ഇവ ചെയ്യുമ്പോഴാണ് നമ്മളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുകയും മറ്റുള്ളവർ നമ്മൾക്ക് മൂല്യം തരുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വയം സ്നേഹിക്കാനായിട്ടുള്ള 7 വഴികളെ പറ്റിയാണ് നമ്മളിന്ന് പറയണത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. പല ആളുകളും നാളെ ജീവിക്കാം, മറ്റന്നാൾ ജീവിക്കാം, ഇങ്ങനെയാണ് ചിന്തിക്കുക. അപ്പം ഇന്നത്തെ ദിവസത്തെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റി വെക്കും. കാര്യം നാളെ ഇനി കിടപ്പുണ്ടല്ലോ, എന്നിട്ട് നമ്മുടെ ജീവിതം ജീവിക്കാന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം മനസ്സിലാക്കുക, നാളെ എന്ന് പറയുന്നത് ഒരു ഇല്ലാത്ത കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ മാത്രമാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇന്ന് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ആ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഇൻറ്റൻഷനലി പ്രാധാന്യം കൊടുത്ത് ജീവിക്കുക, നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നാളെ എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, നമ്മൾ ആ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം. നമ്മൾക്ക് വേണ്ടിയിട്ടൊരു റിട്ടയർമെൻറ്റ് സ്കീം തുടങ്ങണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. എഗെയിൻ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. നല്ലൊരു ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു പുതിയ ഡ്രസ്സ് ഇടണം, പോയി മേടിക്കുക. അപ്പം ഇങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം, ഒരു നല്ല കോഴ്സ് എടുക്കണം, ചെയ്യുക. അപ്പം ഇന്നത്തെ നിമിഷത്തിൽ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ തന്നെ നമ്മൾക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ നിന്ന് പറയുമല്ലോ, ഇതാണ് നീ ഇന്ന് ചെയ്യേണ്ടത്, അത് ചെയ്യുക. കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ഒരു കോവിഡ് പാൻഡമിക്കിലാണ് ഞാനിങ്ങനെ ഒരു കോച്ച് ആവാനായിട്ട് പഠിക്കാനായിട്ടൊക്കെ തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ കോഴ്സ് എടുക്കാനായിട്ട് എനിക്ക് വേണ്ടി വന്ന ചിലവ് ഒരു 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു 3 ലാക്ക് ശരിക്കും കോവിഡാണ്, പൈസ ഇല്ലാത്ത സമയമാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ വീട്ടിനോട് പെർമിഷൻ ചോദിച്ചെങ്കിൽ ഒരിക്കലും എനിക്ക് അവർ സമ്മതിക്കില്ലായിരുന്നു ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കാൻ. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ എൻ്റെ ഒരു LIC കിട്ടിയൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചത്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ലൈഫ് മാജിക്കലി മാറിയിട്ടുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റി മാറിയിട്ടുണ്ട്, എൻ്റെ വരുമാനം മാറിയിട്ടുണ്ട്. വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്കൻഡ് കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് എൻ്റെ അന്നത്തെ ആ ഒരു ഡിസിഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി ഇന്ന് തന്നെ എടുക്കുക, നാളത്തേക്ക് വെക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? താരതമ്യം വേണ്ട. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. വേറൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട ഇടപാട് ലോകത്തില്ലാന്നേ ഞാൻ പറയുള്ളൂ. കാര്യം എന്താ അറിയാമോ? നമ്മളെല്ലാവരും വളരെ യുണീക്കായിട്ടുള്ള മനുഷ്യരാണ്. ആ യുണീക്കായിട്ടുള്ള നമ്മൾക്ക് വേറൊരാളുമായിട്ട് നമ്മൾ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? ഞാൻ ഷീജ എന്ന ഒരു ഐഡൻറ്റിറ്റിയിലുള്ള ഒരാൾക്ക് ഒത്തിരി ഷീജമാരുണ്ടാവും, പക്ഷെ അവരും ഞാനും വളരെ ഡിഫറെൻ്റ് ആണ്. എൻ്റെ ആഗ്രഹങ്ങൾ ഡിഫറെൻ്റ് ആണ്, എൻ്റെ ജീവിതം ഡിഫറെൻ്റ് ആണ്, എൻ്റെ മാതാപിതാക്കൾ ഡിഫറെൻ്റ് ആണ്, എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഫറെൻ്റ് ആണ്, എൻ്റെ ചിന്തകൾ ഡിഫറെൻ്റ് ആണ്. നമ്മൾ വളരെ യുണീക്കായിട്ടുള്ള മനുഷ്യരാണ്. എനിക്ക് വിജയം എന്ന് പറഞ്ഞാൽ എൻ്റെ വിജയമായിരിക്കില്ല വേറൊരു ഷീജയ്ക്കുള്ള വിജയം. അപ്പോൾ ഓരോ മനുഷ്യരും യുണീക്കായിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ അവനവന് വേണ്ടത് എന്താന്ന് കണ്ടിട്ട് ഇന്നലത്തെ ഷീജയിൽ നിന്ന് നാളത്തെ ഷീജയ്ക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാൻ പറ്റും, 1% പുരോഗതി ഉണ്ടാക്കാൻ പറ്റുമോ, അതിൽ ഫോക്കസ് ചെയ്യുക. അല്ലാതെ നമ്മളെ വേറെ ആൾക്കാരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക. അത് മക്കളെ വളർത്തുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ആ ഒരു മൂത്ത മോനുമായിട്ട് ഇളയ മോനെ താരതമ്യം ചെയ്താൽ പിന്നെ അവൻ്റെ ജീവിതം തന്നെ നിങ്ങൾ അങ്ങ് എഴുതി കളഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താ അറിയാമോ? സ്വയം കരുതലാവുക എന്നുള്ളതാണ്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ട്, ലോകത്തുള്ള ഏതൊരാൾക്ക് വേണ്ടി നമ്മൾ കരുതലാവും. ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ, നമ്മളുടെ സ്വന്തം കാര്യത്തിന് നമ്മളോട് കൈൻഡ് ആവാറുണ്ടോ? നമ്മളെ ഇഷ്ടപ്പെടാറുണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, എടാ പോട്ടടാ, നമ്മൾ മനുഷ്യരല്ലേടാ, ഇങ്ങനെ മിസ്റ്റേക്കൊക്കെ പറ്റും, എന്നാലും നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മളോടൊരു നല്ല വാക്ക് പറയാറുണ്ടോ? നമ്മളെ ഇഷ്ടപ്പെടാറുണ്ടോ?
നമ്മളോടൊരു നല്ല വാക്കുകളൊന്ന് കണ്ണാടി നോക്കിയിട്ട് ചിരിച്ചോണ്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. കാര്യം നമ്മുടെ സെൽഫ് ലവ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരെ അല്ല കരുതുക, മറ്റുള്ളവരെ കരുതുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവനവന് വേണ്ടിയിട്ട് ഒരു കൈൻഡ് ആവും. അവൻ ഇഷ്ടപ്പെടും. ഏറ്റവും കൂടുതൽ അവരുടെ ഒരു മൂല്യം കളയാൻ അവർ നിന്നു കൊടുക്കില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മനുഷ്യരാണ്, മിസ്റ്റേക്കുകൾ വരും, പല പല പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഈ മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിക്കുകയും നമ്മളുടെ ജീവിതത്തിൽ നമ്മളോട് കൈൻഡ് ആവുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബൗണ്ടറി സെറ്റിംഗ് ആണ്. സ്വയം സ്നേഹമുള്ള ആൾക്കാർക്ക്, സെൽഫ് ലവ് ഉള്ള പ്രാക്ടീസ് ഉള്ള ആൾക്കാർ ഒരാളും വന്നിട്ട് നമ്മളെ അബ്യൂസ് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കില്ല. നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇമോഷണൽ ഹെൽത്ത് നമുക്ക് വളരെ, ഇമോഷണലി ടോർച്ചർ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടാവും. കാര്യം എന്താ, അവർക്ക് ഒത്തിരി ട്രിഗറിങ് ഫോഴ്സുകളുണ്ട്. അവരുടെ വീട് അത്രയും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന പങ്കാളിയാവാൻ നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ അവർക്ക് എല്ലാം ചിലപ്പോൾ കാശ് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ വിജയം എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ട്രിഗറുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പങ്കാളിക്ക് ഇത് പ്രത്യേകിച്ച് ട്രിഗർ ഇങ്ങനെ ഉണ്ടാവില്ല. കാര്യം എന്താ, അവർ വേറൊരു വീട്ടിൽ നിന്നാണ് വന്നേക്കണേ. അപ്പോൾ ഈ ഒരു 2 സ്ഥലവും കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രശ്നങ്ങൾ വരാം. പക്ഷേ ആ ഒരു സ്ഥലത്ത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാതെ നോ പറയാനും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും നമ്മൾ ബൗണ്ടറി വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കണ, നിങ്ങളുടെ ജീവിതത്തെ തകർക്കണ ഒരു സ്ഥലത്തും നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് സെൽഫ് ലവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ എല്ലാവരും വന്നിട്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിച്ചിട്ട് പോവുകയാണോ? ഞാനിങ്ങനെ ഒരു എരിയായിട്ട് ജീവിക്കുകയാണോ? അതോ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ക്രിയേറ്ററാണോ? എനിക്ക് എൻ്റെ ലൈഫിൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറ്റാത്ത ഏത് ടോക്സിക് ആയിട്ടുള്ള ആളാണെങ്കിലും, ഏത് നെഗറ്റീവ് സാഹചര്യമാണെങ്കിലും കട്ട് ചെയ്യാനും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എനിക്ക് പറ്റുന്നുണ്ടോ? ചെക്ക് ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ക്ലാസ്സുകളിൽ വരിക. എങ്ങനെ നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് നോ പറയാൻ പഠിക്കണം, എങ്ങനെ ബ്യൂട്ടിഫുള്ളി നിങ്ങളുടെ ലൈഫ് ഡിസൈൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എഗെയിൻ 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വയം സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ അറിയാമല്ലോ, മെജോറിറ്റി മനുഷ്യരും ഒരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. വളരെ കംഫർട്ടബിളായിട്ട് അവർക്ക് എന്താണോ തോന്നുന്നത് അത് വിളിച്ചു പറഞ്ഞു പോണ മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അവരെ പോലെയാണ് നമ്മൾ ആവണേ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം നെഗറ്റീവായിട്ടൊരു സ്ഥലത്ത് നിന്നിട്ട് പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റേഷൻ നടത്താൻ പറ്റില്ല, പോസിറ്റീവായിട്ട് ഒരു ഔട്ട്കമും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കണമെങ്കിൽ ആ സ്ഥലത്ത് നമ്മളെ സംരക്ഷിക്കാനും ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാതെ നമ്മൾക്ക് വേണ്ടതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും പഠിക്കുക. മോശം ശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഒരു നല്ല ശീലങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ ആവാം, നിങ്ങൾ രാവിലെ എണീക്കാത്തതാവാം, ഒരു കാര്യവും സമയത്ത് ചെയ്യാത്തതാവാം, ഒന്നിനും ഒരു ലക്ഷ്യബോധമില്ലാത്തതാവാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? എൻ്റെ 1 മന്ത് ക്ലാസ്സിൽ വരിക. എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യാം, എങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട് ഒരു മാജിക്കലി ഒരു മാഗ്നറ്റ് പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്ന്, എങ്ങനെ പോസിറ്റീവ് ആകാമെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി ക്ലാസ്സുകളിൽ വരിക. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ നിങ്ങൾ സംരക്ഷിക്കുക. 6ാമത്തെ കാര്യം എന്നറിയാമോ? നിങ്ങൾ നിങ്ങളോട് പൊറുക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെടുക്കുന്ന പല ഡിസിഷൻസും പൊട്ടിപ്പാളീസായി പോവും. നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചൊന്നും ശരിയായിട്ടുണ്ടാവില്ല. ചിലത് വർക്കൗട്ടാവും, ചിലത് വർക്കാവില്ല. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മളോട് കൈൻഡ് ആവുകയും നമ്മളോട് പൊറുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും സ്വയം കുറ്റപ്പെടുത്തി ജീവിതം തീർത്തുകൊണ്ടിരിക്കും. അവന് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത, അവരെ കുറ്റപ്പെടുത്തൂല, മിസ്റ്റേക്കിൽ നിന്ന് പാഠം പഠിക്കും, ആ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് മുന്നോട്ട് പോകും. 7ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു ഗോൾ ഉണ്ടാവും. ഞാൻ എന്തിനാണ് എണീക്കണത്, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഇത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താ? അവർ ലക്ഷ്യത്തോടെ ജീവിക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥവും വ്യാപ്തിയുമുള്ള ഒരു അർത്ഥവത്തായിട്ടുള്ള ജീവിതം അവർ ജീവിക്കും. അവർ അംഗീകരിക്കും, അവർ സ്നേഹിക്കും,
ജീവിതത്തോട് അവർക്കൊരു ആകർഷകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്താ? അവർ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യും, മറ്റുള്ളവരെ ബഹുമാനിക്കും, അവരെ സപ്പോർട്ട് ചെയ്യും. അൾട്ടിമേറ്റ് അവർ കുടുംബത്തിന് ഏറ്റവും നല്ല രീതിയിലേക്ക് നല്ല സാഹചര്യങ്ങൾ കൊടുക്കണ, ഏറ്റവും നല്ല ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കണ, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണ ഒരാളായിട്ട് മാറും. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ജീവിതം അടിപൊളിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ എന്ത് വേണം എന്നും പറയണം. ഇന്നിപ്പോൾ ഒരു കോട്ടൺ സാരിയൊക്കെ കൊടുത്താൽ വന്നേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് എൻ്റെ ക്ലാസ്സുകളിലേക്കൊക്കെ ലൈവായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സുകളിൽ വരിക. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.